നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജന്റീനയിലും ചിലിയിലും ഭൂചലനം 7.4 തീവ്രതയാണ് രേഖപ്പെടുത്തിയത് എന്ന് US ജിയോളജിക്കൽ സർവേയാണ് അറിയിച്ചത്. അർജന്റീനയിലെ ഉസ്വായയിൽ നിന്ന് 219 കിലോമീറ്റർ തെക്കാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂചലനത്തിനെ തുടർന്ന് ചിലിയിൽ സുനാമി മുന്നറിയിപ്പ് നൽകി. ഈ ഭൂചലനത്തിന് പിന്നാലെ തന്നെ ചിലിയിലെ തീരമേഖലയായ മഗലനീസിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മഗലനിയിൽ നിന്ന് സമീപ പ്രദേശങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ജനങ്ങൾക്ക് ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് നിർദ്ദേശം നൽകി. ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം. നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ല. ഭൂകമ്പങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ചിലി. 3 ടെക്ടോണിക് പ്ലേറ്റുകൾ ചിലിയുടെ അതിർത്തിയിൽ ഒത്തുചേർന്നിരുന്നു. നാസ്ക, ദക്ഷിണ അമേരിക്ക, അതുപോലെ തന്നെ അന്റാർട്ടിക്ക പ്ലേറ്റുകൾ എന്നിവയാണ് ഇവ. ഇവിടെ 1960-ൽ തെക്കൻ നഗരമായ വാൽഡിവേയിൽ 9.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തുണ്ടായ ഏറ്റവും വിനാശകരമായ ഭൂകമ്പമാണ് ഇത്. ഇതിൽ 9,500 പേർ കൊല്ലപ്പെട്ടു. 2010-ൽ മധ്യ ചിലിയുടെ തീരത്ത് 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും ഉണ്ടായി. ഇത് സുനാമിക്ക് കാരണമായി. അന്ന് 520-ലധികം പേരാണ് മരിച്ചത്. അതേസമയം സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ ലഭിച്ചിരിക്കുകയാണ്. വരുന്ന മണിക്കൂറിൽ ഉച്ചയ്ക്ക് ശേഷം മഴ എടുക്കാൻ തന്നെയാണ് സാധ്യത എന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. പ്രത്യേക ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും എല്ലാ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് അറിയിപ്പ്. ഇന്നലെ രാത്രി സംസ്ഥാനത്ത് 11 ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിരുന്നു. സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴയായിരുന്നു ഇന്നലെ ലഭിച്ചത്. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരാനാണ് സാധ്യത. ഇന്ന് പുലർച്ചെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലയിൽ ഇടിമിന്നോട് കൂടിയ മഴയും കാറ്റും അനുഭവപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ ലഭിച്ചിരുന്നു. വരുന്ന 5 ദിവസവും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ചൊവ്വാഴ്ച 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025 മെയ് 5, 6 തീയതികളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മെയ് 3, 4 തീയതികളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നലെ സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും മഴ ലഭിച്ചു. തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് തുടങ്ങിയ മഴ പൊടുന്നനെ ഇടിമിന്നോട് കൂടിയ അതിശക്തമായ മഴയായി മാറി. താഴ്ന്ന പ്രദേശങ്ങളിലും റോഡുകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. പിന്നാലെ നഗരത്തിൽ വാഹനക്കുരുക്കം രൂക്ഷമായി. അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇടിമിന്നോട് കൂടിയ മഴയ്ക്ക് മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നാളെ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് മുന്നറിയിപ്പ്. മെച്ചപ്പെട്ട മഴയും കൂടുതൽ ബുദ്ധിമുട്ടിക്കാത്ത ചൂടുമായി 2025 വേനൽക്കാലം തുടരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നല്ല രീതിയിൽ മഴ ലഭിച്ച വേനൽക്കാലമാണ് 2025-22 അപേക്ഷിച്ച് 25 ശക്തമായ മഴ തന്നെയാണ് പെയ്തത്. ഇത്തവണത്തെ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. പസഫിക് സമുദ്രത്തിലെ എൽ നീനോ പ്രതിഭാസം കാരണം ഏറ്റവും കുറവ് മഴ ലഭിച്ചത് കഴിഞ്ഞ വർഷം ആയിരുന്നു.